Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. The cherisher and nourisher and the sustainer of the world. Peace and be salute upon the messenger of Prophet Muhammad Mustafa sallallahu alaihi wasallam. Respected Ustad, judges, and all my dear friends. In this auspicious occasion, I would like to share my selective topic, Malabar, a region in Kerala. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതല്ലിം സഹോദരന്മാർ, ഇന്നിവിടെ എനിക്ക് ലഭിച്ച വിഷയം കേരളത്തിലെ മലബാർ എന്നുള്ളത് ഒരു മതമാണ്. Malabar, a region in Kerala, is a shining example for the religion harmony. The many regions, Islam, Muslim, Hindu, Christ, are living together and peace and mutual respect. മതസൗഹാർദ്ദത്തിന്റെ തിളക്കമാർന്ന ഉദാഹരണമാണ് കേരളത്തിലെ മലബാർ. നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും സമാധാനത്തോടെയും ബഹുമാനത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നു. This region has unique histories and cultural exchanging and understanding. The Asian part of Malabar were hope creating of commerce, attracting the people from all over the world. This diversity can't stopping the rich culture of Malabar. സാംസ്കാരിക കൈമാറ്റത്തിൻ്റെയും ധാരണയുടെയും സവിശേഷമാണ് ഈ പ്രദേശത്തിനുള്ളത്. മലബാറിലെ പുരാതന തുറമുഖങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ച് വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ഈ വൈവിധ്യം. മലബാറിന്റെ സമ്പന്നമായ സാംസ്കാരിക ശൈലിക്ക് ഈ പ്രദേശം സംഭാവന നൽകിയിട്ടുണ്ട്. As we walk to the street of the Malabar, we can see mosques, temple and church are standing together and testimating of the region and tolerance and accepting. The peoples of different faith are participating in the festival and the culture and forcing of scenes of community and believing. മലബാറിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ഒരുമിച്ച് നിൽക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ സഹിഷ്ണുതയുടെയും സ്വീകാര്യതയുടെയും തെളിവാണ്. വ്യത്യസ്ത മതവിശ്വാസികൾ പരസ്പര ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു. ഇത് സമുദായത്തിൻ്റെയും സ്വന്തത്തിൻ്റെയും ബോധം വളർത്തുന്നു. The Prophet Muhammad Mustafa, peace be upon him, none of you truly believes in one until he love for his brother what he loves for himself. Malabar embodies or the factor of scenes of love and compassion. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സഹോദരനിക്ക് ഉണ്ടാവലിന് ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല. സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഈ ചൈതന്യത്തെ മലബാർ ഉൾക്കൊള്ളുന്നു. In a Malabar, we can see Hindu, Muslim are working together in a spice trade. Christian and Jews are participating in the various religion vibrating festivals, and the peoples of different faith are together what who need the help for need. മലബാറിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും സുഗന്ധദ്രവ്യാന വ്യാപാരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും ക്രിസ്ത്യാനികളും ജൂതന്മാരും പ്രദേശത്തെ ഉജ്ജ്വലമായി സാംസ്കാരിക ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതും ആവശ്യമുള്ളവരെ സഹായിക്കാൻ എല്ലാ മതവിശ്വാസികളും ഒത്തുചേരുന്നതും നാം കാണുന്നു. As Allah said in the Quran, "A mankind, you have created you a female and male, and made you into a nation and tribes. You may know one another." Malabar is a living example for the division scene. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, മനുഷ്യരെ, തീർച്ചയായും നാം ഒരു പെണ്ണിൽ നിന്നും ഒരു ആണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ദൈവിക തത്വത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് കേരളത്തിലെ മലബാർ. In a world torn apart by conflict and diversion, Malabar stand a hope of show the peoples of different faith can live together and peace and harmony.
സംഘർഷത്തിലും വിഭജനത്തിലും തകർന്ന ലോകത്ത് പ്രതീക്ഷയുടെ വിളക്കായി നിലകൊള്ളുകയാണ് മലബാർ. വ്യത്യസ്ത വിശ്വാസികളുള്ള ആളുകൾക്ക് സമാധാനത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. Let us learn from the Malabar example for working together, believing and prayed, and understanding the religion between compassion, and let us celebrate the deviation and propagate peace and harmony in our community. മലബാറിന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കുകയും സമുദായങ്ങൾക്കിടയിൽ ധാരണയുടെയും ബഹുമാനത്തിന്റെയും പാലങ്ങൾ പണിയുന്നവനായി പ്രവർത്തിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ വൈവിധ്യത്തെ ആഘോഷിക്കുകയും നമ്മുടെ സ്വന്തം സമൂഹങ്ങളിൽ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. In a conclusion, Malabar is a shining example for the region harmony. Let us drive, integrate for this region and work together more compassion in the world. അവസാനമായി മതസൗഹാർദ്ദത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് മലബാർ. നമുക്ക് ഈ മേഖലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ അനുകമ്പയുള്ളതും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതായി പ്രവർത്തിക്കാം. By saying this, we are concluding here. Wa akhiru da'wana alhamdulillahi rabbil alamin. Assalamu alaikum. അസ്സലാമു അലൈക്കും.